വരാം വരാം രായാവ് കലിപ്പ് മൂടില്, ഫ്ലെക്സ് കണ്ട് കലിപ്പ് കേറി കലിപ്പ് മൂടില്, എടുത്തു മാറ്റടാ അവിടുന്ന് എടുത്തു മാറ്റടാ, ഫ്ലെക്സ് കണ്ടോടാ തൂക്കിയെറിയടാ. മൊത്തത്തിൽ തൂക്കാണല്ലോടോ നിങ്ങളുടെ മുഖ്യ. ഞങ്ങക്ക് തൂക്കാണ്. അതെ അതെ അതെ. ഞങ്ങളുടെ LDF-ന്റെ പരിപാടിക്കിടെ എന്തിന് ഗണേശിന്റെ ഫ്ലെക്സ് വന്നു? അതിന്റെ ആവശ്യം എന്താണ്? LDF എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണ്, അല്ലാതെ ഒരാണ്ടായിട്ട് നിന്നാ പോരെ. അവിടെ ഒരു ഫ്ലെക്സ് ഇരുന്നതിന് ഇപ്പൊ എന്താണ്? ഫ്ലെക്സ് പാടില്ല, ഫ്ലെക്സ് പാടില്ല. അവിടെ ഘടകകക്ഷികളുടെ LDF-ന്റെ പരിപാടിയാകുമ്പോ LDF-ന്റെ ഘടകകക്ഷികൾ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാകും, സ്വാഭാവികം. പക്ഷേ കേറാറായിട്ടില്ല. അതും ഞങ്ങൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമില് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇല്ല. നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്. അതാണ് പ്രശ്നം. അതെ, മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇല്ല. നിലമ്പൂരിലെ സ്വരാജ് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയ്ക്കകത്ത് ദേ ചിരിച്ചോണ്ടിരിക്കുന്നു ഗണേശൻ. എന്തിന്? അതിന്റെ ആവശ്യം എന്തിന്? അത് ഗണേശൻ അല്ലല്ലോ കൊണ്ടുവച്ചത് എന്നും പറഞ്ഞ് കൊണ്ടുവച്ചവര് ചിന്തിക്കണമായിരുന്നു. ഗണേശന്റെ പാർട്ടിക്കാരല്ലേ? അതെ, അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ മുഖ്യന്റെ പരിപാടി മുഖ്യന്റെ തല പോലും കാണിക്കുന്നില്ല. അത് കഷ്ടമാണ്. തല കാണിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ആർക്ക് മനസ്സിലായി? ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മനസ്സിലായി. നാട്ടുകാർക്കല്ലേ, നിങ്ങളുടെ പാർട്ടിക്കാർക്ക് വരെ മനസ്സിലായി. അങ്ങനെ പറ. അതുകൊണ്ട് കാണാൻ കൊള്ളാവുന്നതല്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ ഗണേശല്ലേ ഉള്ളൂ ഈ പാർട്ടിയിൽ. പാർട്ടിയിലല്ല, സർക്കാരിൽ കൊള്ളാവുന്ന ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ ഗണേശ്. വേറെ മന്ത്രിമാരൊന്നും കൊള്ളാവുന്നവരില്ല. കൊള്ളാവുന്ന രണ്ടെണ്ണത്തിന്റെ പേര് റിയാസിന്റെ വയ്ക്കാനായിരുന്നോ? ഞങ്ങൾ പറഞ്ഞോ? അതെ, വേണ്ടിടത്തും എല്ലാം ഇപ്പം റിയാസ് ആണല്ലോ. റിയാസിന്റെ തല റിയാസിന്റെ ഫുൾ ഫിഗർ, റിയാസിന്റെ തല റിയാസിന്റെ ഫുൾ ഫിഗർ. അവർക്ക് കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണത്. ആ പതാക ഉപയോഗിക്കണമെങ്കിൽ ആ കക്ഷി മാത്രം ഉപയോഗിക്കും. ഇത് ഒരു LDF-ന്റെ ഒരു കാര്യത്തിന് പറയിപ്പിക്കരുത്. മുഖ്യം എങ്ങനെ താങ്ങും ഇത്? എങ്ങനെ താങ്ങും? അതുകൊണ്ടാ തൂക്കാൻ പറഞ്ഞത്. പൊതുവായ അടയാളങ്ങൾ മാത്രം ഇത്തരത്തിലുള്ള പരിപാടികൾ ഉപയോഗിച്ചാൽ മതി. അതിന്റെ അപ്പുറത്തുള്ള നിങ്ങളുടെ പരിപാടികൾക്കെല്ലാം നിങ്ങളുടേതായിട്ടുള്ള മറ്റേ ചിഹ്നങ്ങൾ മാത്രമേ വെക്കാറുള്ളൂ. അല്ല, ഇതിപ്പോ തലകളൊന്നും വെക്കാറില്ലേ? ഇതിപ്പോ LDF-ന്റെ ഇതല്ലേ, മൊത്തത്തിലുള്ളതല്ലേ. അതിന്റെ ഇടയ്ക്ക് ഒരാളെ തല മാത്രം വെച്ച എന്തിന്റെ അർത്ഥത്തില്? അപ്പൊ മരുമോന്റെ തല കണ്ടെടുത്തെല്ലാം കൊണ്ടുവയ്ക്കുന്നതോ? അതെന്തർത്ഥത്തില്ല? അത് പിന്നെ നല്ല പൈസ പോലും മുടക്കില്ലാത്ത സ്മാർട്ട് സിറ്റി റോഡിന്റെ ഫ്ലെക്സിനകത്ത് എന്തിനാണോ മരുമോന്റെ തല വെച്ചത്? ഞങ്ങൾ അടുത്ത കാലത്ത് ഫ്ലെക്സ് നിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അതെ, ഹൈക്കോടതി എപ്പോഴും ഞങ്ങളെ വഴക്കും ഫ്ലെക്സിന്റെ കാര്യത്തിൽ. രാമേന്ദ്രന്റെ വായി കയറി ഇറങ്ങാനേ നേരമുള്ളൂ. ഫ്ലെക്സ് കാണാൻ പാടില്ല, ഫ്ലെക്സ് മാറ്റാൻ പറയാൻ ചങ്കൂറ്റം വേണം. ഞങ്ങൾക്ക് ചങ്കൂറ്റമൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളെന്നല്ലേ വെക്കണത്. അത് തന്നെ, ഇവര് തന്നെ ചീത്ത കേൾക്കുമ്പോ എടുപ്പിച്ച് മാറ്റണം. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഫ്ലെക്സിൽ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ സ്മാർട്ട് സിറ്റി റോഡില് കോർപ്പറേഷനിൽ നിന്നും കാശ് പോയിട്ടുണ്ട്. ഫ്ലെക്സിൽ ഫോട്ടോ വേണമെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞില്ലായിരുന്നോ? ഒന്നും ഉണ്ടായില്ല. സാധാരണ ചേച്ചി അങ്ങനെ അല്ലല്ലോ, പ്രശ്നം ഉണ്ടാക്കാറുണ്ടല്ലോ. അതൊരു മിനി പിണറായി ആണല്ലോ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മിനി പിണറായി. നല്ല ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പ്രായം കുറഞ്ഞ മേയർ പിണറായി അല്ല. നമ്മൾ അഴിമതിയുടെ കാര്യത്തില മിനി പിണറായി. അഴിമതി കാര്യം എന്തൊക്കെ വികസനമാണ് തിരുവനന്തപുരത്ത്. ഇവിടെ റോഡുകളിലേക്ക് പോയി നോക്കൂ, ഒരു ഓടയെങ്കിലും ഉണ്ടോ? ഓടയില് നാട്ടുണ്ടോ? ഇല്ല. അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ മേയറുടെ മറ്റേ വീടിരിക്കുന്ന സ്ഥലം മുടവൻമുകള് തിരുവനന്തപുരത്ത്, അവിടെ ഓട പൊട്ടി വർഷങ്ങളായിട്ട് കിടക്കുന്നു, ഇതുവരെ നന്നാക്കി തന്നില്ലെന്ന്. അവിടെ വാർഡ് മെമ്പർ ഇല്ലേ? നിങ്ങളുടെ മേയറുടെ സ്ഥലമാ അത്. നിങ്ങളുടെ മേയറുടെ വീട് അവിടെയാണ് ഇരിക്കുന്നത്. വാർഡ് മെമ്പർ ഇല്ലേ? അപ്പൊ അവിടെ നിങ്ങൾ അവിടെ ഭരിക്കുന്നത് വാർഡ് മെമ്പർ നോക്കേണ്ടതല്ലേ? വാർഡ് മെമ്പർ അല്ലേ നോക്കേണ്ടത്? വാർഡ് മെമ്പർ അല്ലേ, മേയർ അല്ലല്ലോ അത് നോക്കുന്നത്. സ്വന്തം വീടിന്റെ അടുത്ത് പൊട്ടിയ കക്കൂസ്, പൊട്ടിയ ഓട കിടന്നാലും നോക്കത്തില്ല. നിങ്ങൾക്ക് ആ ഓട അടയ്ക്കണോ? മേയറുടെ ശ്രദ്ധ ചോദിക്കുന്നത്. അയ്യോ, അപ്പൊ നിങ്ങളുടെ മേയർ ആ വഴി പോകുമ്പോ കാണാറില്ലേ? അത് ജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്ത് വർഷങ്ങളായി അവർ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അപ്പോ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോ എങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യമില്ല. ഞങ്ങൾ ഇവിടെ 10 വർഷമായിട്ട് നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയോ? നമുക്ക് അങ്ങോട്ട് പോകണ്ട. എങ്ങനെയാണേലും നിങ്ങൾ മറ്റേ അരി എത്രാന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഗണേശന്റെ കാര്യത്തിൽ ഇനിയിപ്പോ എന്താണ് തീരുമാനം? എന്തായാലും കൊണ്ട് ഫ്ലെക്സ് വെച്ചു, സ്വരാജിന്റെ ചിത്രവും ഗണേശിന്റെ ചിത്രവും. അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടാണ് മുഖ്യ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ പക്ഷെ വേറെ രീതിയിൽ ഇപ്പൊ വ്യാഖ്യാനിക്കപ്പെട്ടല്ലോ. മുഖ്യമന്ത്രിക്ക് ഗണേശനെ കണ്ടപ്പോ അങ്ങ് ചൊറിഞ്ഞെന്നാണ്
വ്യാഖ്യാനം വന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളി നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞതാണ്. ഇപ്പോ ഈ ഒരു നല്ല ഉദ്ദേശത്തോടെ LDF ഒന്നിച്ച് നിൽക്കേണ്ട ഈ തെരഞ്ഞെടുപ്പില് ഗണേശന് മാത്രം കാണിക്കുമ്പോ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ അന്തരംഗം ഉണ്ടാകും. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത്. മറ്റേ റിയാസിന്റെ ഫോട്ടോ വെച്ചപ്പോഴത്തേക്കും അന്തരംഗം ഉണ്ടായത് വേറെ ഇത് ഇലക്ഷൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടത് അതുപോലെയാണോ മറ്റേത് പരിപാടി കഴിഞ്ഞത്? അതുപോലെയാണ് ഇലക്ഷന്റെ ഒരാളെ മാത്രം എടുത്തു നോക്കി കാണിക്കുന്നത്. മോശമല്ലേ ഇതൊക്കെ? എന്ത് മോശമാണ്. LDF എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണം, അല്ലാതെ ഘടകകക്ഷി വ്യാഖ്യാനിക്കപ്പെടും, തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. ഇപ്പൊ LDFന്റെ പൊതു അടയാളങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി. അരിവാൾ ചുറ്റി നക്ഷത്രം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ എത്ര പാട്? ഇനം വെച്ച് മരപ്പെട്ടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഏതായാലും വെക്കണം അങ്ങോട്ട്. ഏത് ഇനം വെച്ച് ഏത് മരപ്പെട്ടി? കോൺഗ്രസിന് BJP പറഞ്ഞ ഓക്കെ. അയ്യോ വേറൊരു വെല്ലുവിളി നിങ്ങൾ കേട്ടായിരുന്നോ നിലമ്പൂരിന്ന്? എന്റെ ഫോണിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, ആവശ്യമില്ലാതെ എന്നെ കയറി തോണ്ടാനോ സൈബർ ഇടത്തിൽ അപമാനിക്കാനോ വന്ന അതല്ല ഞാൻ നിലമ്പൂരങ്ങാടിയിൽ TV വെച്ച് അതിനകത്തിൽ കൂടെ കാണിക്കുമെന്നാണ് അമ്പൂക്ക വെല്ലുവിളിച്ചിരിക്കുന്നത്. ആരെ വെല്ലുവിളിച്ചേ? ഇടതിനെയും വലതിനെയും വെല്ലുവിളിച്ചിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും തനിക്കുണങ്ങൾ എന്റെ കയ്യിലുണ്ടെന്ന്. ആവശ്യത്തിലധികം ഫോണിൽ ഇതൊക്കെ കൊണ്ട് നടക്കണമെന്നാണല്ലേ? ആവശ്യം വരുന്നത് എപ്പോഴാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എത്ര റിയാസ് മരുമോന്റെയും കുറെ ഉണ്ടെന്ന്. അതൊക്കെ ഡിലീറ്റ് ആക്കി വെറുതെ എന്തിനു ഫോണിന്റെ GB എത്ര നല്ല ഫോട്ടോ എടുത്ത് സേവ് ചെയ്യാനുള്ള ഫോണാണ്. കാശ് മേടിച്ചതിന്റെയും കാശ് നക്കിയതിന്റെയും ഒക്കെ രേഖകൾ എന്റെ കയ്യിലുണ്ട് എന്നാണ് അമ്പൂക്ക പറഞ്ഞിരിക്കുന്നത്. അമ്പൂക്ക എന്തെങ്കിലും പറഞ്ഞോളൂ, ഇതൊക്കെ രാഷ്ട്രീയ ആരോപണം, ഞങ്ങൾ തള്ളിക്കളയും, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങൾ അതായത് ഞങ്ങള് ഇവരെ കഴമ്പുകളില്ലാത്ത ആരോപണം, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. കഴിഞ്ഞോ പ്രശ്നം? ഞങ്ങളെ M സ്വരാജ് തന്നെ ജയിക്കും. നിലമ്പൂര് ഞങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ടുവച്ചു അമ്പുക തോക്കും. ആര്യ ഷൗക്കത്ത് തോക്കും. ഞങ്ങൾ മാത്രമേ ജയിക്കുള്ളൂ. ഞങ്ങളുടെ ക്ലീൻ ഇമേജ് ഉള്ള സ്വരാജ് നിന്നപ്പോ തൊട്ട് തുടങ്ങിയതാ ക്ലീൻ ഇമേജ്. പുള്ളി ഇതിന്റെ പേരിൽ ഇതുവരെ എന്തെങ്കിലും ആരോപണം ഉണ്ടായിട്ടുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റത് പരാജയം, സ്വാഭാവികം. അല്ലാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അദ്ദേഹത്തിന്? ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്താ ജയിക്കാഞ്ഞത്? അത് പിന്നെ ആര് ജയിച്ച എന്തോ അറിയില്ല. പക്ഷെ ഇവിടെ അദ്ദേഹം ജയിക്കും. നോക്കി, ഒന്നി തോറ്റ 2-ല്. അതും തേഞ്ഞ മൂന്നാമത്തേതില്. ഇപ്പൊ ഞങ്ങള് തോറ്റാലും ഞങ്ങളിത് ഒരു ഈസി ആയിട്ട് എടുക്കുള്ളൂ. കാരണം എന്താ, കുറച്ച് ദിവസത്തേക്ക് മറ്റേ തെരഞ്ഞെടുപ്പാകുമ്പോൾ തോൽക്കാം. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആൾക്ക് കുറച്ചു കാലം ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം ഞങ്ങള് പിടിക്കും. കാവിലെ പാട്ട് മത്സരത്തിന് അതിന്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത തലകളുമായിട്ട് വരരുത്. ഒന്നാമത് കോടതി പറഞ്ഞിട്ടുണ്ട് ഫ്ലെക്സ് വെക്കില്ലെന്ന്. അതിന്റെ ഇടയ്ക്കാണ് ഇനി ഫ്ലെക്സിൽ അടുത്ത ആളെയും കൂടി കുത്തി വെക്കാൻ പറ്റുന്ന ഒരു ഫ്ലെക്സ് ഇവരുടെ മുഖ്യൻ. അത് ഞങ്ങളുടെ മുഖ്യനെ ഫുൾ ഫിഗർ ഫുൾ തല മാത്രം വെച്ചാൽ മതി. ഫിഗറിനെ വെക്കുന്നുണ്ടോ? വേണ്ട, ഫ്ലെക്സ് വേണ്ട. ഹൈക്കോടതി പറഞ്ഞു ഫ്ലെക്സ് വേണ്ട. നമ്മള് പ്രകൃതി സൗഹാർദ്ദം. അതെ അതെ അതെ. ഹരിത ചട്ടകം. ചട്ടുകം പോ, മാറ്റിവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അവർ ചട്ടുകങ്ങളെ അവർ നിങ്ങളെ മരിച്ചെടുപ്പോ. ഇതൊക്കെ കേൾക്കണോ അങ്ങ്? ഒലിക്കേടെ മൂട്. ഒലക്കര